ആത്മീയതയുടെ മറവിൽ വിശ്വാസം ചൂഷണം ചെയ്യുന്ന നിരവധി ആൾദൈവങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസമെന്ന ഏറ്റവും ശക്തമായ മാനസിക ബന്ധത്തെ ആയുധമാക്കി ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തുന്നവരാണ് ഇവരിൽ പലരും. ദൈവത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ഭയവും പ്രതീക്ഷയും ഒരുമിച്ച് കുത്തിപ്പൊക്കിയാണ് ഇവർ ആളുകളെ സ്വന്തം വലയത്തിലാക്കുന്നത്. കുട്ടികളുണ്ടാക്കാത്തതിന്റെ വിഷമം, മാറാത്ത രോഗങ്ങളുടെ ഭയം, തകർന്ന കുടുംബ ബന്ധങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മനുഷ്യനെ അതീവ ദുർബലമാക്കുന്ന സാഹചര്യങ്ങളാണ്. അത്തരം ഘട്ടങ്ങളിലാണ് പലരും ഇത്തരം കപട ആൾദൈവങ്ങളുടെ മുൻപിൽ എത്തുന്നത്. ഇവിടെ വന്നാൽ എല്ലാം ശരിയാവും, ദൈവം തിരഞ്ഞെടുത്ത ആളാണ്, പ്രത്യേക പൂജ ചെയ്താൽ ബാധ മാറും എന്നൊക്കെയുള്ള വാക്കുകളിൽ വിശ്വസിച്ച് എത്ര പണം മുടക്കാനും എത്രത്തോളം സ്വയം വിട്ടുകൊടുക്കാനും അവർ തയ്യാറാകുന്നു. അടുത്ത കാലങ്ങളിലായി ഇത്തരം സംഭവങ്ങളിലൂടെ വാർത്തകൾ നിരവധിയായി പുറത്തു വരുന്നുണ്ടെങ്കിലും ആൾദൈവങ്ങളെ സമീപിക്കുന്ന പ്രവണതയിൽ യാതൊരു കുറവും കാണുന്നില്ല എന്നതാണ് ഏറ്റവും ഭീതിജനകമായ യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കൊല്ലം പുത്തൂരിൽ നടന്ന 16-കാരിയുടെ സംഭവം. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. കൊല്ലം പുത്തൂരിൽ മുരാരി തന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന രാജൻ ബാബു ബാധ ഒഴിപ്പിക്കൽ എന്ന പേരിൽ 16-കാരിയെ വീട്ടിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പെൺകുട്ടിക്ക് ബാധയുണ്ടെന്നും അത് ഒഴിപ്പിക്കണമെന്നുള്ള അമ്മയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. വൈകുന്നേരം 3 മണിയോടെ മുറിയിലേക്ക് പോയ പെൺകുട്ടിയെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നി. മുറിയിലേക്ക് ചെന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് അവർ കണ്ടത്. തുടർന്ന് കുട്ടി നടന്നത് പറഞ്ഞതോടെ ഭയന്നും തകർന്നും അവർ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം ഉൾപ്പെടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ആത്മീയതയുടെ മറവിൽ തന്നെ നിരവധി ചൂഷണ കേസുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ചിലത് വാർത്തകളായി മാറി, ചിലത് മൗനത്തിനുള്ളിൽ തന്നെ അടഞ്ഞുപോയി. കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന ഭയം, രോഗങ്ങൾ മാറില്ലെന്ന ആശങ്ക, വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ച, എല്ലാ ദുർബലതകളെയും ആയുധങ്ങളാക്കിയാണ് ഇത്തരം ആളുകൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേക പൂജകൾ, രഹസ്യ ചടങ്ങുകൾ, ബാധ ഒഴിപ്പിക്കൽ എന്ന പേരിലുള്ള അടച്ചുമുറ ചടങ്ങുകൾ ഇവയെല്ലാം ഈ ചൂഷണ ശൃംഖലയുടെ ഭാഗമാണ്. ഇത് പുറത്തു പറഞ്ഞാൽ ഫലം കിട്ടില്ല, ദൈവദ്രോഹം ഉണ്ടാകും എന്ന ഭീഷണിയിലൂടെയാണ് പല ഇരകളെയും മൗനത്തിലേക്ക് തള്ളുന്നത്. പല കേസുകളിലും ഇരകളാകുന്നത് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമാണ്. കുടുംബാംഗങ്ങളുടെ അന്ധവിശ്വാസവും ഭയവുമാണ് ഇവരെ ഇത്തരം ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ചില സംഭവങ്ങളിൽ വർഷങ്ങളോളം പീഡനം തുടർന്നിട്ടുണ്ട്. ഭീഷണിയും അപമാനവും ഭയന്ന് ഇരകൾ മൗനം പാലിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. നിയമ നടപടികളിലെ വൈകിപ്പും വീഴ്ചകളും പലപ്പോഴും ഇത്തരം കപടന്മാർക്ക് വീണ്ടും വീണ്ടും അവസരം നൽകുന്നു. അതേസമയം ഓരോ സംഭവം പുറത്തു വരുമ്പോഴും അതൊരു ഒറ്റപ്പെട്ട വാർത്തയായി മാത്രം മാറുകയാണ്. കുറച്ചു ദിവസം സോഷ്യൽ മീഡിയ ചർച്ചകൾ, കുറച്ച് പ്രതിഷേധ ശബ്ദങ്ങൾ, പിന്നീടെല്ലാം പഴയപടിയാകുന്നു. അന്ധവിശ്വാസത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സ്ഥിരമായി നടക്കാത്തതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ കാരണം. ഇത്തരം സംഭവങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഒന്നു മാത്രമാണ്: നാം നമ്മുടെ വിശ്വാസം ഏൽപ്പിക്കുന്നത് ആരുടെ കൈകളിലേക്കാണ്? ആത്മീയതയുടെ പേരിൽ ആരെയും ദൈവസന്നിധിയാക്കി മാറ്റുന്ന പ്രവണതയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വളം പാകുന്നത്. ആത്മീയത മനുഷ്യനെ ശക്തനാക്കേണ്ടതാണ്, ദുർബലനാക്കാൻ പാടില്ല. രോഗങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം ശാസ്ത്രീയ ചികിത്സയും കൗൺസിലിംഗുമാണ്, അല്ലാതെ അടച്ച മുറികളിൽ നടക്കുന്ന രഹസ്യ ബാധ ഒഴിപ്പിക്കലുകളല്ല. പ്രത്യേകിച്ച് കുട്ടികളെ ഒരിക്കലും ഇത്തരം ആളുകളുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കരുത്. ഒരു കുട്ടിയുടെ സുരക്ഷയാണ് ഏതു വിശ്വാസത്തെക്കാളും വലിയതും പരിശുദ്ധമായിട്ടുള്ളതും. വിശ്വാസം ദുരുപയോഗത്തിന് വഴിയാകരുത്. ചോദ്യം ചെയ്യാനുള്ള ധൈര്യമാണ് യഥാർത്ഥ ബോധവൽക്കരണം. ഇത്തരം കപട ആൾദൈവങ്ങളെ ചോദ്യം ചെയ്യാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സമൂഹമായി നമുക്ക് കഴിയണം. കാരണം മൗനം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം.